നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണ്. യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്രദമായ ഒരു 2-3 ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, നമുക്ക് ഈ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ക്വയറിൻ്റെ ചിഹ്നമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫുൾ സ്ക്രീനാക്കി നമ്മൾ കാണും. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് യൂട്യൂബിലെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് മേലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഇതുപോലെ ടച്ച് ചെയ്ത് പിടിക്കുക, എന്നിട്ട് മേലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഫുൾ സ്ക്രീനാക്കാൻ സാധിക്കും. ഇനി ആദ്യത്തെ പോലെ തന്നെ നമുക്ക് ആ പഴയ സ്ക്രീനിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിലേക്കൊന്ന് ടച്ച് ചെയ്തിട്ട് താഴോട്ടൊന്ന് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും ആ പഴയ ആ രൂപത്തിൽ തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വീഡിയോ, നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുന്നെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരുപാട് ടാബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്ലിപ്പ് എന്നൊരു ടാബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഇവിടെ സെലക്ട് ചെയ്യണം. അതായത് ഒരു 30 സെക്കൻഡുള്ള അല്ലെങ്കിൽ 20 സെക്കൻഡുള്ള ഒരു വീഡിയോ മാത്രം ഞാനിവിടെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് എ ഡിസ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ ഇവിടെ എഴുതി കൊടുക്കുകയാണ്. അതിനുശേഷം ഷെയർ ക്ലിപ്പ് എന്ന ഭാഗം താഴെ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് സെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ വാട്സപ്പ് തിരഞ്ഞെടുത്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് ഞാനിത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വാട്സപ്പിൽ ഞാനൊരു സുഹൃത്തിന് സെൻഡ് ചെയ്ത് കൊടുത്തു. അവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ഫുൾ വീഡിയോൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 20 സെക്കൻഡ്, ഇപ്പോൾ ഞാൻ അയച്ച ആ 14 മിനിറ്റ് വീഡിയോൻ്റെ വെറും 20 സെക്കൻഡ് മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അവർ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, വെറും 20 സെക്കൻഡ് മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് യൂട്യൂബിലെ വീഡിയോ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ യൂട്യൂബിലെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ അത് ഫോർവേഡും അതുപോലെ തന്നെ ബാക്ക്വേഡും ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഡബിൾ ടാപ്പ് ചെയ്യും. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തതാണ് 5 സെക്കൻഡ് സെറ്റ് ചെയ്തുകൊണ്ട് 5 സെക്കൻഡ് മാത്രമാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് വീണ്ടും 5 സെക്കൻഡ് തന്നെയാണ് ബാക്കോട്ട് പോകുന്നത്. ഇതുപോലെ നമുക്ക് ഫോർവേഡും അതുപോലെ തന്നെ ബാക്ക്വേഡും ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടൈം ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ജനറൽ എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴെയായിട്ട് ഡബിൾ ടാപ്പ് ടു സീക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഡിഫോൾട്ടായിട്ട് ഇത് 10 സെക്കൻഡിലായിരിക്കും ഉണ്ടാകുക. ഇവിടെ 5 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. അതായത് ചെറിയ ഭാഗം മാത്രം എനിക്ക് ഫോർവേഡും അതുപോലെ തന്നെ ബാക്ക്വേഡും ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ 5 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വന്ന് ഇവിടെ വീഡിയോയിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡാണ് ഇപ്പോൾ ഫോർവേഡ് ആകുന്നത്. അതുപോലെ തന്നെ ബാക്ക്വേഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇനി നമ്മൾ ടാപ്പ് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സെക്കൻഡിലേക്ക് അത് മാറും. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ 3 പ്രാവശ്യം ടച്ച് ചെയ്യാണ്, അപ്പോൾ 10 സെക്കൻഡിലേക്ക് മാറി. അതുപോലെ തന്നെ ബാക്ക്വേഡും 3 പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ 10 സെക്കൻഡിലേക്ക്. അങ്ങനെ നമുക്ക് ഫോർവേഡും ബാക്ക്വേഡും ചെയ്യാൻ സ്ക്രീനിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ടൈം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.